ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് SSLCയിലെ 7ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിലെ 2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇത് 3ാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് വരിക. വളരെ സിമ്പിൾ ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കണക്കിലോട്ട് പോവാം. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത കണക്ക് ഇതാണ്. അപ്പൊ അതിന് ഇത് പഠിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. ആ ഇക്വേഷൻ ആണ് ലെങ്ത് ഓഫ് ദ ലൈൻ എന്ന് പറയും. ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഓഫ് ദ ലൈൻ. ലെങ്ത് ഓഫ് ലൈൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കണം. x1ഉം y1ഉം അല്ലെ x2ഉം y2 എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചല്ലേ കോർഡിനേറ്റ്സ്. അപ്പം ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക. ലെങ്ത് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ x2 മൈനസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. അതറിയാമെങ്കിൽ ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്റർ ഓഫ് ദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽസുകൾ കണ്ടുപിടിക്കണം. നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കാം, പിന്നെ ലെങ്ത് കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡയഗണൽ D1. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡയഗണൽ. അതിനെ ഞാൻ D2 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. നമുക്ക് ഈ D1ഉം D2ഉം കണ്ടുപിടിക്കാം. ഈ D1 കണ്ടുപിടിക്കാൻ വേണ്ടി D1 എന്ന് പറയുന്നത് ഞാൻ AB എന്ന് പേരിട്ടാൽ ഈ AB-യുടെ നീളം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഈ AB-യുടെ നീളം കണ്ടുപിടിക്കുമ്പോൾ ഇത് x1ഉം ഇത് y1ഉം, ഇതെന്താണ് x2ഉം ഇത് y2. അങ്ങനെയാണെങ്കിൽ AB-യുടെ നീളം കണ്ടുപിടിക്കാൻ നമ്മളിപ്പോ പഠിച്ച ഈ ഇക്വേഷന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ നേരം x2ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും? ഇവിടെ x2ന്റെ സ്ഥാനത്ത് 0 മൈനസ് x1 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ 0 മൈനസ് ഇവിടെ എന്താണ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് എന്താവും പ്ലസ്. അപ്പൊ 3 സ്ക്വയർ പ്ലസ് മൈനസ് 2 എന്താവും? പ്ലസ് 2 ആവും. 2ന്റെ സ്ക്വയർ എത്ര? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എന്താണ്? 4. 3യുടെ സ്ക്വയർ എത്ര കിട്ടും? 9. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 13 എന്ന് കിട്ടും. അപ്പൊ AB-യുടെ നീളം നമുക്ക് കിട്ടി. AB-യുടെ നീളം എത്ര കിട്ടി? റൂട്ട് 13. അതായത് AB എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. ഇവിടെ ഡയഗണലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡയഗണലിന്റെ നീളം നമുക്ക് ഒരു ഡയഗണൽ കിട്ടി. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഡയഗണലിനെ ഞാൻ എന്താണ് DE എന്ന് വിളിച്ചാൽ നമുക്ക് ആ ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയും ഇത് തന്നെ ഇക്വേഷൻ ഉപയോഗിക്കുക. റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച്. അപ്പൊ ഇവിടുത്തെ x2 എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്. ഇതിനെ ഞാൻ x1 എന്ന് എടുക്കുന്നു, ഇത് y1, ഇത് x2, ഇത് y2 ആയിട്ട് എടുത്താൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. റൂട്ട് ഓഫ് x2ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? x2 1 ആണ്. അപ്പൊ 1 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ y2 എന്താണ്? -2 മൈനസ് 1 the whole square. Just apply a root of 1 minus -3 എന്ന് പറഞ്ഞാൽ എത്ര? 4 square plus -2 -1 എന്ന് പറഞ്ഞാൽ -3യുടെ സ്ക്വയർ. ഏതൊരു മൈനസ് സംഖ്യയുടെ സ്ക്വയർ എടുത്താൽ എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ എത്ര? 16 പ്ലസ് -3യുടെ സ്ക്വയർ എത്ര? 9. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 5. അപ്പം D2 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇപ്പൊ രണ്ട് ഡയഗണലിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. പക്ഷെ സിമ്പിൾ ആകണമെങ്കിൽ നമ്മുടെ ഈ ലെങ്ത് ഓഫ് ദ ലൈൻ എന്ന് പറയുന്ന ഇക്വേഷൻ കാണാൻ പഠിക്കണം. ലെങ്ത് ഓഫ് ദ ലൈൻ എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. എന്ത്? റൂട്ട് ഓഫ് x2 മൈനസ്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കണക്കിലോട്ട് പോവാം. ചാപ്റ്ററിലെ അടുത്ത കണക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത കണക്ക്. പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് അല്ലെ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. അത് ഞാൻ വീണ്ടും പറയുന്നതേ ഉള്ളൂ. Prove that the joining the points 2, 1, 3, 4, minus 3, 6 we get a right triangle. Okay. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ട്രയാങ്കിൾ ആകണം എന്ന് പ്രൂവ് ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ ആകുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു കാര്യം, തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം നമുക്ക് ഒരു പേരിട്ടങ്ങ് വിളിക്കാം. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്ന പോയിന്റ് 2, 1, B എന്ന് പറയുന്ന പോയിന്റ് 3, 4, C എന്ന് പറയുന്ന പോയിന്റ് എത്ര? -3,6. ഇതുപയോഗിച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൂടെ ഒന്ന് വരച്ചേക്കാം. ഇത് പറയുന്നു, ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ജസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇതിനകത്ത് AB
ഇതിൻ്റെ അകത്ത് ഈ ഓരോ വശങ്ങൾ നമുക്കൊന്ന് അടയാളപ്പെടുത്താം അല്ലേ? വശങ്ങൾ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓരോ വശവും ഒന്ന് കണ്ടുപിടിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്നല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ വശങ്ങൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എന്ത് പറയുന്നു? അപ്പം വശങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. വശം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ബിയുടെ നീളം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. എയുടെ അവിടെ 2 1, അതേപോലെ തന്നെ ബിയുടെ അവിടെ 3 4, അതേപോലെ സിയുടെ അവിടെ എന്താ -3 6. ഈ എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എന്താണ്? x2 - x1 the whole square plus y2 - y1 the whole square. ഇവിടെ എ ബിയുടെ സ്ഥാനത്ത് ഇതാണ് അല്ലെ? അപ്പൊ ഇവിടെ x2 എന്ന് പറയുന്നത് നമുക്ക് ഇത് x1 എന്നും ഇത് x2, ഇത് y1, ഇത് y2 ഇഷ്ടമുള്ള എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 - 2 the whole square plus 4 - 1 the whole square that is equal to root of 3 - 2 എത്ര? 1 square plus 4 - 1 എത്ര? 4 - 1 3. അപ്പൊ 33 square that is equal to root of 1 square 1 plus 3 എത്ര? 3 square എത്ര? 9 that is equal to root 10. അപ്പൊ നമുക്ക് എ ബി കിട്ടി. എത്ര കിട്ടി? റൂട്ട്. അതേപോലെ തന്നെ ഇനി എന്ത് കണ്ടുപിടിക്കുക? ബാക്കിയുള്ള വശങ്ങളും കണ്ടുപിടിക്കുക. ബാക്കിയുള്ള വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി കണ്ടുപിടിക്കാൻ വേണ്ടിയും ഇക്വേഷൻ എന്ത് തന്നെയാണ്? അപ്പൊ ബി ഇതാണ്, സി ഇതാണ് അല്ലെ? അപ്പൊ അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള കോർഡിനേറ്റ് ഇത് x1 എന്നും ഇത് y1 എന്നും ഇത് x2 എന്നും y2 എന്നും എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 - -3 the whole square plus 4 - 6 the whole square that is equal to BC is equal to എത്ര വരും? 3 - -3 എന്ന് പറഞ്ഞാൽ എത്ര? 6. 6 സ്ക്വയർ പ്ലസ് 4 - 6 എന്ന് പറഞ്ഞാൽ -2. -2ന്റെ സ്ക്വയർ. സോറി, ഓക്കെ കറക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ എത്ര? 36 പ്ലസ് -2ന്റെ സ്ക്വയർ എത്ര? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? റൂട്ട് 40. അപ്പൊ നമുക്ക് ഈ വാല്യൂ എത്ര കിട്ടി? റൂട്ട് 40. ഇതേപോലെ തന്നെ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത എന്താണ്? അടുത്ത വശം എന്ന് പറയുന്നത് എന്താണ്? എ സി ആണ് അല്ലെ? എ സി കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കുക. എ സി ഇസ് ഈക്വൽ ടു എ സി അല്ലേ? എ സി എന്ന് പറയുന്നത് ഇത് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുക. ഇക്വേഷൻ ഉപയോഗിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇത് x1 എന്നും ഇത് y1 എന്നും ഇത് x2 ഇത് y2 എടുത്താൽ എന്ത് വരും? 2 - -3 the whole square plus 1 - 6 the whole square that is equal to root of 2 - -3 എത്രയാണ്? 5. അപ്പൊ 5 സ്ക്വയർ പ്ലസ് 1 - 6 എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 plus 25 that is equal to root എത്ര കിട്ടി? 50. നമുക്ക് ഇത് എത്ര കിട്ടി? റൂട്ട് 50. ഇനി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ്. നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒക്കെ വരച്ച് നമ്മൾ സെറ്റ് ചെയ്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം എന്തായിരിക്കണം? ആപ്ലിക്കബിൾ ആയിരിക്കും. നമുക്കറിയാം വാട്ട് ഈസ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ഥാനത്ത് എന്തുവാ? റൂട്ട്. അപ്പൊ റൂട്ട് 50 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് ഇവിടെ എത്ര കിട്ടി നമുക്ക്? റൂട്ട് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 10 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി? റൂട്ട് 40 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 50യുടെ സ്ക്വയർ എത്ര? 50 ഈസ് ഈക്വൽ ടു റൂട്ട് 10ന്റെ സ്ക്വയർ എത്ര? 10 പ്ലസ് റൂട്ട് 40യുടെ സ്ക്വയർ 40 ദാറ്റ് ഈസ് 50 ഈസ് ഈക്വൽ ടു 40 പ്ലസ് 10 എത്ര? അതും എത്ര തന്നെയാണ്? 50. ദാറ്റ് ഈസ് 50 ഈസ് ഈക്വൽ ടു 50. രണ്ട് സൈഡും അതായത് ഹൈപ്പോട്ടന്യൂ എന്താണ് നമ്മുടെ പൈതഗോറസ് തിയറത്തിന്റെ രണ്ട് സൈഡും തുല്യമായി കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന ഈ ഒരു കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്കാണ്. ചെയ്തു നോക്കണം. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായെങ്കിൽ ഇങ്ങനെ അടുത്ത വീഡിയോയിലോട്ട് പോവാതെ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതി നോക്കണം. മാത്സ് എഴുതി തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഫ്ലോ കിട്ടത്തില്ല. അപ്പം എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത കണക്കിലോട്ട് പോയി. ചാപ്റ്ററിൽ തന്നെ അടുത്ത കണക്ക്. അപ്പൊ അടുത്ത കണക്ക് പറഞ്ഞിരിക്കുന്നത് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് വിത്ത് റേഡിയസ് 10. അപ്പം ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. സെന്റർ ഒറിജിൻ ആയിട്ടും അതേപോലെ തന്നെ റേഡിയസ്. ഇതാണ് നമ്മുടെ ആ സർക്കിൾ. ഇത് സെന്റർ ഒറിജിൻ. ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിൻ ആണ്. അപ്പൊ ഇത് 0 0. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് അല്ലെ? ആ റേഡിയസ് എത്രയാണെന്ന് പറയുന്നത് 10. റേഡിയസ് എന്തായിരിക്കണം? 10. ഇതാണ് നമ്മുടെ സർക്കിൾ. ഇവര് പറഞ്ഞിരിക്കുന്നത് ചെക്ക് വെദർ ദ ഈച്ച് പോയിന്റ് ഓഫ് ദ കോർഡിനേറ്റ് 6 9 5 9 6 8 വിത്തിൻ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നവർ പറയുന്നുണ്ട് അല്ലെ?
അങ്ങനെ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സെന്ററും ആദ്യത്തെ പോയിന്റും കൂടെ എടുക്കുക. സെന്റർ ഇവിടെ എന്താണ് 0 0. എപ്പോഴും ഒറിജിൻ എന്താണ് എന്താണ് 0 0. ഒറിജിൻ 0 0 ആയിരിക്കും. സെന്ററിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും 1 1 അതൊക്കെ മാറും. ഒറിജിൻ എപ്പോഴും ഇവിടെ 0. അപ്പം 0 0. ആദ്യത്തെ പോയിന്റ് എന്താണ് 6 9. 6 എന്താണ് ആദ്യത്തെ പോയിന്റ് 6 9. ഇത് ഈ സർക്കിളിലാണോ, സർക്കിളിന്റെ വെളിയിലാണോ, സർക്കിളിന്റെ ഔട്ട്സൈഡോ ഇൻസൈഡോ സർക്കിളാണോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം ഈ പോയിന്റ് അല്ലെ. അതിനുവേണ്ടി ജസ്റ്റ് നമ്മുടെ ലെങ്ത് അങ്ങ് അപ്ലൈ ചെയ്യുക. ലെങ്തിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചു. എന്താണ് √x2 - x1. x2 ഇവിടെ 6, x1 0. അപ്പൊ എന്തുവാ 6 സ്ക്വയർ പ്ലസ് 9 - 0 9 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു √36 പ്ലസ് 9 സ്ക്വയർ എത്ര 81. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് എത്ര കിട്ടും? √117 എന്ന് കിട്ടും. √117. ഈ √117 എന്ന് പറയുന്നത് √100 വലുതല്ലേ? √100 ആണെങ്കിൽ മാത്രമേ ഈ 10 കിട്ടത്തുള്ളൂ. അപ്പൊ √117 എന്ന് പറയുന്നത് 10 കൂടുതലായിരിക്കും. സത്യമല്ലേ? 10 കൂടുതലായ ഈ സർക്കിളിന്റെ ഇവിടെ വരുമോ? ഇവിടം വരെ വന്നാൽ 10 ആവും. പിന്നെ വെളിയിലോട്ട് പോകും അല്ലെ. അപ്പൊ ഇത് എവിടെയാണ്? ഈ പോയിന്റ് എവിടെയാണ്? ഔട്ട്സൈഡ്, സർക്കിളിന്റെ ഔട്ട്സൈഡ്. ഇതേപോലെ തന്നെ അടുത്ത പോയിന്റും കൂടെ അടുത്ത 2 കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. അടുത്ത പോയിന്റ് എന്താണ് 0 0. അടുത്ത പോയിന്റ് എന്താണ് 5 9 അല്ലെ. 5 9 ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താണ് √5 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ 5 സ്ക്വയർ എത്ര 25 പ്ലസ് 9 സ്ക്വയർ 81. ദാറ്റ് ഈസ് ഈക്വൽ √106 അല്ലെ 106. ഇതും എന്തിനേക്കാൾ വലുതാണ്? √100 വലുതാണ്. √100 ആയെങ്കിൽ മാത്രമേ ഇതെന്താകത്തുള്ളൂ? റേഡിയസ് ആകത്തുള്ളൂ. കാരണം √100 വാല്യൂ ആണല്ലോ 10. ഇത് √100 വലുതാണെങ്കിൽ ഈ √106 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സർക്കിളിന്റെ വെളിയിലായിരിക്കും. അപ്പൊ ഈ പോയിന്റും എന്താണ്? ഔട്ട്സൈഡ് ആയിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ് പറ. ഒറിജിൻ എന്താണ് 0 0. അടുത്ത പോയിന്റ് ഇവിടെ പറയുന്നത് 6 8 6 8. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് ഇക്വേഷൻ? √x2 6 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 8 - 0. 0 ഇടേണ്ട കാര്യമില്ല, ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എന്താണ് 6 സ്ക്വയറിന് എത്ര 36 പ്ലസ് 8 സ്ക്വയർ എത്ര 64 √100. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 10. അപ്പൊ 10 എന്ന് പറയുന്നത് എന്ത് കിട്ടി? റേഡിയസ് കിട്ടി. ആ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. അപ്പൊ ഇത് എവിടെ തന്നെ വരും? ഈ സർക്കിളിൽ തന്നെ ആയിരിക്കും ഈ പോയിന്റ്. സംഭവം മനസ്സിലായ? അപ്പോൾ ആകെ ഈ സർക്കിളിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 6 8 എന്ന് പറയുന്ന കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് 8 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ഇതിന്റെ അകത്ത് 8 പോയിന്റുകൾ ഏതൊക്കെ വരാം? അതാണ് രണ്ടാമത്. ഒന്നുമില്ല, നമുക്ക് എന്തായാലും പോയിന്റ് കിട്ടി. ഏത് പോയിന്റ് മാത്രമേ വരത്തുള്ളൂ? 6, 8. അങ്ങനെയാണെങ്കിൽ 8 പോയിന്റ് സിമ്പിൾ അല്ലേ? -6, 8 വരും. ഇനി 6, -8 വരും. ഇനി എന്ത് വരും? -6, -8 വരും. ഇനി നേരെ തിരിച്ച് 8 y കോർഡിനേറ്റ് x കോർഡിനേറ്റും 6 x കോർഡിനേറ്റ് വരും 6. അത് പിന്നെ എന്ത് വരും? -8 6. ഇനി 8 - 6. ഇനി എന്ത് വരും? -8 മൈനസ് എന്താണ് 6. ദിസ് ഈസ് ദ 8 കോർഡിനേറ്റ് ഓഫ് ദിസ് എന്താണ് സർക്കിൾ. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. നിങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രം ഫ്രണ്ടിലോട്ട് പോവുക. ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഒരു ഭാഗം കൂടെ നമുക്കുണ്ട്. വലിയൊരു വീഡിയോ ആക്കി ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോയും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗവും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാർട്ട് 4 അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള 2 കണക്കുകളും കൂടെ ഉണ്ട്. ആ 2 കണക്കുകൾ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് ആ ഇക്വേഷൻ ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലം എല്ലാം നന്നായിട്ട് പഠിക്കണം. 4ാമത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ 4ാമത്തെ ഭാഗത്തിലുള്ള 2 കണക്കുകളും കൂടെ ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ള എല്ലാ മാർക്കും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുന്ന പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം, ലാസ്റ്റ് ഭാഗമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.